ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൊട്ടാരത്തിലാകെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടന്നത് കണ്ടോണ്ട് നമ്മുടെ ഹീറോയിന് പാലസ് ആകെ ചുറ്റിക്കാണാൻ കൊതിയായിട്ട് പുറത്തോട്ടിറങ്ങി. ഉറ്റ സുഹൃത്തുക്കളുടെ വേർപാടിൽ മനംനൊന്ത് കഴിഞ്ഞിരുന്ന നമ്മുടെ ഹീറോയിൻ ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ മെയ്റ്റ്സ് അത് തടഞ്ഞു. കല്യാണത്തിലേക്ക് ഇനിയുള്ള 3 ദിവസത്തിലേക്ക് കിങ്ങും ക്യൂനും ഒരുമിച്ച് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവളെ തടഞ്ഞത്. അതിനെന്താ, ഞാൻ കിങ്ങിനെ കാണാഞ്ഞാ പോലെ പാലസിലുള്ള മറ്റു സ്ഥലങ്ങൾ എനിക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോഴും അവളെ നിർബന്ധിച്ച് തടഞ്ഞപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നി. ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്നിൽ നിന്നും നിങ്ങൾ എല്ലാവരും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കിങ്ങിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ഇവിടെ നടക്കുന്നത് എന്തായാലും എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ കിങ്ങിനെ കാണാൻ പാലസിലോട്ട് പോയി. മന്ത്രിമാരുടെ സമരത്തിനുള്ള കാരണം മനസ്സിലാക്കിയ ഹീറോയിൻ അവളിൽ നിന്നും ആ കാര്യം മറച്ചു വെച്ചിട്ട് നമ്മുടെ ഹീറോയോട് ചൂടായി. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, ഈ കാര്യങ്ങൾ ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, ഇത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് എനിക്കറിയാം. നമ്മുടെ കല്യാണം ക്യൂൻ മദറാണ് നിശ്ചയിച്ചത്, അതുകൊണ്ട് തന്നെ ആരെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ഹീറോയിൻ തന്നെ ആദ്യമായിട്ട് കിങ് കണ്ട ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിങ് പറയുന്നു, ഓ പിന്നെന്താ, മഴയ്ക്ക് വേണ്ടിയുള്ള പൂജ നടന്നുകൊണ്ടിരിക്കെ നീ ആ അണ്ടാവിൽ ഒളിച്ചിരിക്കുകയല്ലായിരുന്നോ, അപ്പോഴല്ലേ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അല്ല, ആ അണ്ടാവിൽ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് വരെയും ഞാൻ എൻ്റെ നാട്ടിലെ ബ്രിഡ്ജിന്റെ മേലെയായിരുന്നു നിന്നിരുന്നത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്തിയത്. തിരിച്ചു പോവാൻ ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞതുമില്ലായിരുന്നു. എനിക്കിഷ്ടമുണ്ടായിട്ടോ എൻ്റെ അനുവാദത്തോടു കൂടിയോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ തിരിച്ച് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കിങ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന്, എന്നിട്ടിപ്പോൾ നീ എന്നെ പാതി വഴിയിലിട്ടിട്ട് പോവാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് പോവാൻ തീരെ താല്പര്യമില്ല, നിന്റെ കൂടെ മരണം വരെ ജീവിക്കണമെന്നാണ്, പക്ഷെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ അപ്രത്യക്ഷ ആവുമായിരിക്കും എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപ്പോൾ കിങ് അവളുടെ കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്നു, എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒന്നിനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. കിങ്ങിനെ കണ്ടിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയതും പെട്ടെന്ന് മഴ പെയ്യുകയും നമ്മുടെ ഹീറോയിൻ ആകെ നനയുകയും ചെയ്തു. പിറ്റേന്ന് നമ്മുടെ കിങ് ആട്ടെ ഈ ടൈം ട്രാവൽ എന്താണെന്നും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നും ഇതിനെ തടയുന്നത് എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലുള്ള എല്ലാ ബുക്സും സെർച്ച് ചെയ്യുന്നു. അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ആ രാജ്യത്തെ ഏറ്റവും വലിയ സ്കോളറായ സെൻഷുനെ വിളിച്ചിട്ട് ടൈം ട്രാവലിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ടൈം ട്രാവൽ എന്ന വാക്ക് പോലും താൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് താൻ അറിയുന്നത് എന്ന് സെൻഷു പറഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നമ്മുടെ ഹീറോ തളർന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഹീറോയിൻ കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പൂർണ്ണമായും ഡിസപ്പിയർ ആവുന്ന കാര്യം അവൾ മനസ്സിലാക്കിയത്. അവൾ ഓടിച്ചെന്ന് കതക് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ടതിന് കഴിഞ്ഞില്ല. ഇപ്പുറത്ത് നമ്മുടെ കിങ്ങും വളരെ സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അതറിഞ്ഞതും അവളെ അന്വേഷിച്ചുകൊണ്ട് കിങ് ഹീറോയിന്റെ റൂമിൽ ചെന്ന് നോക്കിയെങ്കിലും അവിടെങ്ങും അവളെ കണ്ടില്ല. അവിടെ നിന്ന് ഹൈ പ്രീസ്റ്റ് പറയുന്നു, ഒരു 5 മിനിറ്റ് മുമ്പ് വരെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പെട്ടെന്നാണ് കാണാതായത്, എന്നാൽ കതക് തുറന്ന് പുറത്തോട്ടൊട്ടും പോയിട്ടുമില്ല. അതും കൂടി കേട്ടപ്പോഴത്തേക്കിനും നമ്മുടെ കിങ് ആകെ പരിഭ്രാന്തനായി അവൾ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും തെരഞ്ഞു. എവിടെയും അവളെ കാണാതായപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഒരിക്കൽ അവർ രണ്ടുപേരും സ്റ്റാർസ് നോക്കിക്കൊണ്ടിരിക്കെ നമ്മുടെ ഹീറോയിൻ ആകാശത്തോട്ട് കൈ ചൂണ്ടിയിട്ട് ചിയാൻ എന്റെ വീട് അവിടെയാണ് എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ വീണ്ടും ബാൽക്കണിയിൽ ചെന്ന് നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞതുപോലെ അവനെ വിട്ട് അവൾ എന്നേക്കുമായി പോയി എന്ന് കരുതി അവൻ കരഞ്ഞോണ്ട് നിൽക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് നിന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ പ്രത്യക്ഷയാകാൻ തുടങ്ങി. അവളെ കണ്ടതും കിങ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ അവൻ പരിഭ്രാന്തനായി. ഇതെന്താ ഇങ്ങനെ, എന്ന് തൊട്ട് ഇത് സംഭവിക്കാൻ തുടങ്ങിയ എന്ന് ഹീറോ ചോദിച്ചപ്പോൾ ഹീറോയിൻ പറയുന്നു, നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവിക്കാൻ തുടങ്ങിയത്. ഞാൻ എപ്പോഴൊക്കെ മഴ നനയുന്നോ അപ്പോഴൊക്കെ അപ്രത്യക്ഷമാവാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോ വളരെ സങ്കടത്തോടും ദേഷ്യത്തോടും നീ എന്തുകൊണ്ട് എന്നിൽ നിന്നും ഇത് മറച്ചു വെച്ചു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലുള്ള നിന്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇപ്പൊ തന്നെ നീ എന്നെ അന്വേഷിച്ച് നടക്കുന്നത് മുഴുവനും നിന്റെ അടുത്ത് നിന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല ചെയ്യാൻ, നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ ഒരുപാട് അലറി വിളിച്ച് പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല. എന്നെ കാണാനോ കേൾക്കാനോ ഇവിടെയുള്ള ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒരു പ്രേതത്തെ പോലെ നിങ്ങൾക്കിടയിൽ ഞാൻ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾ പ്രത്യക്ഷയായി. അവളെ കണ്ടതും പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളോട് ചൂടായതിന് മാപ്പ് ചോദിച്ചു. ഇനി നിന്നെ കാണാതായ ഞാൻ നിന്നെ എവിടെ പോയി അന്വേഷിക്കണം, നീ എവിടെയാണ് ഉണ്ടാവുക എന്ന് നമ്മുടെ കിങ് ചോദിച്ചപ്പോൾ ഹീറോയിൻ പറയുന്നു, കിങ്ങെ എന്നെ തിരക്കി നിങ്ങൾ എങ്ങോട്ടും പോവേണ്ട ആവശ്യമില്ല, നിങ്ങൾ എവിടെയാണോ ഉള്ളത് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ
തങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് അവൾ വാക്കു കൊടുക്കുന്നു. അങ്ങനെ പാതി വഴിയിൽ നിന്ന് അവരുടെ കല്യാണം അന്ന് രാത്രി അവരൊരുമിച്ച് ആഘോഷിച്ച് നടത്തി. ആകാശവും ഭൂമിയും സാക്ഷിയാക്കി വെഡ്ഡിംഗ് വൈൻ കുടിക്കുകയും മരണം വരെ ഒരുമിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിറ്റേന്ന് തൊട്ട് കോർട്ടിലെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് കിങ്ങിന്റെ മുഴുവൻ സമയം ഹീറോയിന്റെ കൂടെ ചെലവഴിക്കാൻ തുടങ്ങി. മഴയൊന്ന് ചാറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവളുടെ മേത്ത് ഒരു തുള്ളി പോലും വെള്ളമാവാതെ സംരക്ഷിച്ചു. നല്ല മഴയുള്ള സമയത്ത് അവള് പുറത്തു പോവാതിരിക്കാൻ വേണ്ടി അവൻ കൂടെ നിന്നു. അവളെ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കാറില്ല. ഇങ്ങനെ റൂമിൽ എത്ര നാൾ ഇരിക്കണം, എനിക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചപ്പോൾ അവൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റെയിൻ കോട്ട് അവൻ കൊണ്ടുവരിച്ചു. കിങ്ങിന്റെ ഓവർ പ്രൊട്ടക്ഷൻ കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒരുപാട് സങ്കടമാവുകയും ദേഷ്യത്തോടെ ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് വാശി പിടിച്ചിരുന്നു. നിന്നെ കാണാതായാൽ ഞാൻ എന്തോ ചെയ്യും, ഇനി നീ ഡിസപ്പിയർ ആവുമോ എന്ന പേടി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നേ എന്ന് കിങ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്നാ ശരി, ഇനി ഞാൻ പുറത്തോട്ട് പോകുന്നില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി അകത്തിരുന്ന് എന്തെങ്കിലും കളി കളിക്കാം എന്ന് പറഞ്ഞ് അവൾ കാർഡ്സ് കളിക്കുന്നു. അന്ന് രാത്രി ബാത്ടബിൽ കുളിച്ചോണ്ടിരിക്കെ മുങ്ങി നോക്കിയതും അവൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന അവളുടെ ചുറ്റിനും അവളുടെ അമ്മയും ഫ്രണ്ട്സും ഇരുന്ന് കരയുന്ന രംഗം കണ്ടു. ശ്വാസം മുട്ടിയതും അവൾ എണീറ്റതും അവൾ കാണുന്നത് അവളുടെ കൈകൾ മെല്ലെ ഡിസപ്പിയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ മഴ നനയാതെ തന്നെ അവൾ ഡിസപ്പിയർ ആവാൻ തുടങ്ങി. മാത്രമല്ല അവൾ ഡിസപ്പിയർ ആവുമ്പോൾ അവർ പണ്ടെടുത്ത ഫോട്ടോയിൽ നിന്നും അവളുടെ ഇമേജ് കാണാതാവാൻ തുടങ്ങി. പിറ്റേന്ന് അവൾ ഗാർഡനിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കെ അവിടെ ചെറിയ വെള്ളക്കെട്ടിൽ അവളുടെ അമ്മ അവൾക്കരികിലിരുന്ന് കരയുന്നതായി അവൾ കണ്ടു. അവൾ അത് തൊടാൻ നിന്നപ്പോഴത്തേക്കിനും കിങ് ഓടി വന്ന് അവളെ പിടിച്ചു. പിന്നെയും നീ മഴയത്തിറങ്ങിയോ, നിന്നോട് ഞാൻ ഇറങ്ങരുത് പറഞ്ഞതല്ലേ, നീ എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി റൂമിലിരുത്തി മുഴുവൻ മഴവെള്ളവും തോർത്തി കൊടുക്കുന്നു. മഴ നനഞ്ഞതുകൊണ്ട് തന്നെ ഡിസപ്പിയർ ആവുമോ എന്ന് ഭയന്ന് നമ്മുടെ ഹീറോയിന്റെ അവന്റെ കയ്യിൽ കെട്ടിയിട്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ ഡിസപ്പിയർ ആയി എന്ന് സ്വപ്നം കണ്ടോണ്ടാണ് നമ്മുടെ ഹീറോ ചാടി എണീറ്റതും അവളെ കണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പക്ഷേ നമ്മുടെ ഹീറോയിൻ വളരെ സങ്കടത്തോടെ അവനോട് പറയുന്നു, ചിയാൻ, ഞാൻ വെള്ളം നനയാതെ തന്നെ ഇപ്പൊ ഡിസപ്പിയർ ആവാൻ തുടങ്ങി, ഇനി എനിക്ക് ഇവിടെ അധിക കാലം ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിന്നെ പിരിയാൻ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൈ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, നിന്നെ പിരിയുന്നതിൽ സങ്കടമുണ്ടെങ്കിലും ഇന്നും ഇന്നലെയുമായിട്ട് എൻ്റെ അമ്മയെ ഞാൻ കണ്ടു, എൻ്റെ അമ്മ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി ഒരുപാട് കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കിങ് ഗ്രാൻഡ് പ്രീസ്റ്റിനെ വിളിച്ചു വരുത്തി കവടി നിരത്തി നോക്കി. ഗ്രാൻഡ് പ്രീസ്റ്റ് ആകെ ഞെട്ടിപ്പോയി. കിങ്ങെ, ഞാൻ ഇങ്ങനൊരു പ്രതിഭാസം ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യൂന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉള്ളവളല്ല, അവൾ വേറെ എവിടെ നിന്നോ വന്നതാണ്, എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോവും ചെയ്യും എന്ന് പറഞ്ഞു. ക്യൂനിനെ തിരിച്ചയക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു, ഇത് നമ്മുടെ യൂണിവേഴ്സിന് വിരുദ്ധമായിട്ടാണ് ക്യൂൻ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ. ഒരു പക്ഷേ ക്യൂന് തിരിച്ചു പോവാണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയാൽ ക്യൂന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും, ക്യൂൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കിങ് ആകെ അസ്വസ്ഥനായി. ഇതറിഞ്ഞ ശേഷം ദിവസങ്ങളോളം ഊണും ഉറക്കവും ഇല്ലാതെ കിങ് റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം കിങ് റൂം തുറന്നു വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്ന് വിഷമിച്ചിരിക്കുന്ന അവളോട് പറഞ്ഞു, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചു, നീ പൂർണ്ണമായിട്ടും എൻ്റേത് മാത്രമല്ല, നാളെ ഒരു പക്ഷേ നിനക്ക് ഈ ചീ കിങ്ഡം വിട്ടുപോവാനും നിന്റേതായ ലോകത്തേക്ക് പോവാൻ തോന്നുകയാണെങ്കിൽ നിന്നെ യാത്രയയക്കാൻ എനിക്ക് നീ അനുവാദം നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നു, ചിയാൻ, നിന്നെ പിരിഞ്ഞു നിൽക്കാൻ എനിക്കും കഴിയില്ല, നിന്നെ വിട്ടുപോവാൻ എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹീറോ അതെനിക്കറിയാം എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ഹീറോയിന് സമാധാനമാവുകയും അവനോട് അവൾ ചോദിച്ചു, ചിയാൻ, നീ എനിക്കൊരു പ്രോമിസ് തരുമോ, കുറച്ചു നേരത്തേക്ക് നമുക്ക് ഈ പാലസിൽ നിന്ന് മാറി നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കടൽ തീരത്ത് പോയി സ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്നു. അത് നമ്മുടെ കിങ് സമ്മതിക്കുകയും അവരുടേതായ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കടൽ തീരത്തോട്ട് രണ്ടുപേരും പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്